പാലക്കാട്ട് വീണ്ടും കാട്ടാന ശല്യം. കാട്ടാനയെ കണ്ട് ഭയന്നോടിയ കർഷകന് പരിക്ക്. ചെല്ലൻകാവ് സ്വദേശി സുന്ദരനാണ് പരിക്കേറ്റത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഇല്ലാത്ത ആനയാണ് ഓടിച്ചത്. അതേസമയം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമറിന്റെ പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കും. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്, കുറേയേറെ നാളുകളായി പാലക്കാട് വലിയ കാട്ടാന ഭീതിയിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച ഉമ്മറിനെ കാട്ടാന ചവിട്ടിക്കൊന്നു എന്നുള്ളതാണ് നിഗമനം. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് നടക്കുന്നത്? ഒപ്പം മറ്റൊരാൾക്ക് കൂടി കാട്ടാനയെ ഓടിച്ച് വീണ് പരിക്കേറ്റു എന്ന് പറയുന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ആ നാടാകെ ഭീതിയിലാണോ? ലക്ഷ്മി പത്മ, തീർച്ചയായും പാലക്കാട് നീണ്ട കാലമായി നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് കാട്ടാന ശല്യം. അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഉമ്മറിന് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തുകയും അത് തുമ്പിക്കൈ കൊണ്ടെടുത്ത് എറിഞ്ഞതാവാം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത് നീണ്ട കാലമായി അവർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അത് കൃത്യമായി ചെയ്തു നൽകിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിമർശനം. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള വേദനയാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്ന് കഞ്ചിക്കോടിന് സമീപം ചെല്ലങ്കാവ് ഇത്തരത്തിൽ കാട്ടാനയുടെ അക്രമം ഉണ്ടാകുന്നത്. ഈ സുന്ദരൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് പോയതായിരുന്നു. ആ പറമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു ആനയെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തുകയും ഈ ആന ഓടി ഇയാളുടെ പറമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഓടിയ വഴിക്കാണ് സുന്ദരൻ വീണ് പരിക്കേറ്റുകയും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. ഏതാണെങ്കിലും നിലവിൽ മനസ്സിലാക്കുന്ന കാര്യമനുസരിച്ച് ഈ ആന ഫോറസ്റ്റിൻ്റെ നിലവിലുള്ള പട്ടികയിലുള്ള ആനയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ ആന വന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളടക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. നിലവിലെ പട്ടികയിൽ ഇല്ലാത്തൊരു ആനയാണ് എന്നുള്ളതാണ് ഇത് എടുത്തു പറയേണ്ടത്. നിലവിൽ പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാലക്കാട്ടെ ജനങ്ങളുടെ സാഹചര്യവും മലയോര മേഖലയിലെ ജനങ്ങളുടെ സാഹചര്യവും അടക്കം വലിയ രീതിയിൽ വിമർശന വിധേയമാക്കി. പ്രത്യേകിച്ച് സർക്കാർ ഈ കാര്യത്തിൽ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. വന്യമൃഗങ്ങൾക്ക് ജനങ്ങളെ ഇട്ടുകൊടുക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഈ മേഖല ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങളുണ്ടെന്നും സംസ്ഥാനത്ത് കാട്ടാന ആക്രമണം പോലും വാർത്തയല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് വിമർശനമായി ഉന്നയിച്ചത്. ഏതാണെങ്കിലും സംസ്ഥാനത്ത് സർക്കാരില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുന്നു. പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഭീതിയാണ് ഈ ദിവസങ്ങളിൽ അടക്കം ഉണ്ടാകുന്നത്. കാട്ടാന ശല്യം അവരുടെ ജീവനും വലിയ തരത്തിലുള്ള ഭീഷണി ഉണ്ടാക്കുന്നു. സ്വന്തം കൃഷിയിടത്തിലേക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെയും ഇന്നും രണ്ടുപേരും ആക്രമിക്കപ്പെട്ടത് കൃഷിയിടത്തിലേക്ക് പോയപ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി പത്മ, അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ രാത്രിയിലുള്ള ഇറങ്ങി നടക്കാനുള്ള അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പോകാനുള്ള കൃഷി ചെയ്യാനുള്ള അവകാശങ്ങൾ ഒക്കെ സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അജിത്താണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ